നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യാന്തര വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഡിസംബർ 31 വരെ നീട്ടിയിരിക്കുകയാണ്. മാർച്ചിലാണ് രാജ്യാന്തര വിമാന സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായുള്ള നിർദ്ദേശം വന്നത്. ഇന്ത്യയിൽ നിന്നും തിരിച്ചുമുള്ള രാജ്യാന്തര വിമാന സർവീസുകൾക്കാണ് ഡിസംബർ 31 വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ തെരഞ്ഞെടുത്ത റൂട്ടുകളിലുള്ള സർവീസുകൾ തുടരുമെന്ന് DGCA അറിയിച്ചു. ഇന്ത്യക്ക് പുറത്ത് കുടുങ്ങിയവരെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കുന്നതിനുള്ള വന്ദേ ഭാരത് ദൗത്യം അടക്കമുള്ളവയ്ക്ക് ഇത് ബാധകമാകുന്നതല്ല. ശൈത്യകാലത്തിലേക്ക് കടന്ന പശ്ചാത്തലത്തിൽ രണ്ടാം തരംഗത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പ് കണക്കിലെടുത്താണ് രാജ്യാന്തര വിമാന സർവീസുകൾക്കുള്ള വിലക്ക് ഡിസംബർ അവസാനം വരെ നീട്ടാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം കൊറോണ വൈറസ് ലോക്ക്ഡൌൺ കാരണം രാജ്യത്ത് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിരോധിച്ചിരിക്കുന്ന സമയത്ത് എയർ ഇന്ത്യ ബംഗളൂരുവിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ജനുവരി 11 മുതൽ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. എയർ ഇന്ത്യ ആഴ്ചയിൽ 2 തവണയായിരിക്കും സർവീസ് നടത്തുക. ബംഗളൂരുവിലേക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള ആദ്യത്തെ നോൺ സ്റ്റോപ്പ് വിമാനം കൂടിയാകും ഇത്. കൊറോണ വൈറസ് ലോക്ക്ഡൌൺ തുടർന്നുള്ള അന്താരാഷ്ട്ര വിമാന സർവീസ് നിരോധനങ്ങൾക്കുമിടയിൽ ഈ തീരുമാനം സുപ്രധാന വഴിത്തിരിവാണ്. വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്കുള്ള പുതിയ കവാടമായി ബംഗളൂരു വിമാനത്താവളം മാറുമെന്നതിൽ സംശയമില്ല. അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിലെ നഗരങ്ങളിലെ യാത്രക്കാരെ ഇത് വളരെയധികം സഹായിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. പുതിയ നോൺ സ്റ്റോപ്പ് സേവനം സാൻ ഫ്രാൻസിസ്കോയിലേക്കും US സമീപ പ്രദേശങ്ങളിലേക്കുമുള്ള കോർപ്പറേറ്റ് ഉപഭോക്താക്കളുടെ ആവശ്യം നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. 238 സീറ്റുകളുള്ള ബോയിംഗ് 777-200 LR വിമാനം സർവീസിനായി ഉപയോഗിക്കാനാണ് എയർ ഇന്ത്യ പദ്ധതിയിടുന്നത്. ലോകത്തെ മികച്ച 45 ഡിജിറ്റൽ നഗരങ്ങളിൽ ബംഗളൂരുവും സാൻ ഫ്രാൻസിസ്കോയും 1ഉം 2ഉം സ്ഥാനങ്ങളിലാണുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.